എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ചധികം നാൾ മുമ്പ് പ്രിസൈസ്ലി പറയുകയാണെങ്കിൽ നമ്മൾ ലോക്ക്ഡൗൺ തുടങ്ങിയ ഏകദേശം ആ സമയത്ത് വീറ്റിൻ്റെ വാക്സ് സ്ട്രിപ്സ് ഉപയോഗിച്ചിട്ട് ബോഡിയിലെ ഹെയർ ഒക്കെ കളയുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫേസിലെ ഹെയർ വാക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യൂ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് സ്കെപ്റ്റിക്കലായിരുന്നു, കാരണം ഞാൻ ഇതുവരെയും ഫേസിൽ വാക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ യൂഷ്വലി ഫേസിലെ ഹെയർ എങ്ങനെ റിമൂവ് ചെയ്യണം എന്നുള്ളത് കാണിച്ചിട്ടുള്ളതാണ്. ഞാൻ ഒന്നില്ലെങ്കിൽ ത്രെഡിങ് ചെയ്യും, അല്ലെങ്കിൽ ഷേവിങ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പ്ലക്കിങ് ചെയ്യും, അല്ലെങ്കിൽ ഇത് മൂന്നും ചേർത്തിട്ടൊക്കെ ആവും ചെയ്യുക. പക്ഷേ ഇതുവരെയും വാക്സിങ് ചെയ്തിട്ടില്ല. ഞാൻ ആകെ ചെയ്യാറുള്ളത് ഐബ്രോസും പിന്നെ ഫോർഹെഡും പിന്നെ അപ്പർ ലിപ്സും. അപ്പർ ലിപ്സ് ചെയ്യാൻ തുടങ്ങിയിട്ട് അധികം ആയിട്ടില്ല കേട്ടോ. കഷ്ടി ഒരു 4 വർഷം 5 വർഷമൊക്കെ കഷ്ടി ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ സംശയിച്ചിരിക്കുകയായിരുന്നു വാക്സിൻ ചെയ്താൽ ശരിയാവില്ലേ എന്നുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം നൈക്കിയിൽ നിന്ന് ഇങ്ങനെ കുറച്ച് സംഗതികളൊക്കെ മേടിച്ചപ്പോൾ അതിൽ മേടിച്ചതാണ് ഈ വീറ്റിൻ്റെ വാക്സിൻ കിട്ടുന്ന ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്ന വാക്സിൻ കിറ്റാണ് കേട്ടോ അത്. അപ്പോൾ ഇത് 100 രൂപയിലും താഴെയുള്ളൂ, 90 രൂപയാണ്. പക്ഷേ ഞാൻ മേടിക്കുന്ന സമയത്ത് പിന്നെയും ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു, 90 രൂപേനെക്കാട്ടും താഴെയായിരുന്നു. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ അല്ലേ? വർക്കൗട്ട് ആവുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ ത്രെഡ് ചെയ്യുന്നതിനെക്കാട്ടിലും ഒരുപാട് നാൾ കൂടുതൽ നിൽക്കുമല്ലോ. വാക്സിൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ റൂട്ട്സ് അടക്കം പറഞ്ഞു പോരില്ല, അപ്പോൾ കുറച്ചുകൂടി നാൾ ലാസ്റ്റ് ചെയ്യും അല്ലേ. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ പാക്കേജ്, ഇങ്ങനെയാണ് വരുന്നത്. ഇൻ 3 സിമ്പിൾ സ്റ്റെപ്സ്: പീൽ, അപ്ലൈ, പുൾ. സെൻസിറ്റീവ് സ്കിന്നിലുള്ളതാണ് ഞാൻ മേടിച്ചത്. ഈവൻ തോ എനിക്ക് സെൻസിറ്റീവ് സ്കിൻ അല്ലെങ്കിൽ പോലും അത് അറിയാണ്ട് പറ്റിയതാണ്. നോർമൽ സ്കിന്നിനുള്ളത് മേടിച്ചാൽ മതിയാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. നമുക്കൊന്ന് നോക്കാം. 3 ഏരിയാസിൽ യൂസ് ചെയ്യാം. അപ്പർ ലിപ്പ് ഇവിടെ, ചീക്സ് ഇവിടെ, പിന്നെ ചിൻ ഏരിയയിൽ നോക്കാം. അയ്യോ, അപ്പോൾ ഇത് പറ്റില്ലയാവോ? ഫോർഹെഡും ഐബ്രോസും ത്രെഡ് ചെയ്യാൻ പറ്റില്ലേ? ഡെസ്പായി പോയല്ലോ. നമുക്ക് അത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വർക്കൗട്ട് ആവുകയാണെങ്കിലോ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മുടി നമ്മുടെ മുഖത്തുനിന്ന് മാറ്റണം. അത് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ത്രെഡ് ചെയ്യുമ്പോഴൊക്കെ ഇത് ഫ്രണ്ടിലേക്ക് വന്നിട്ട് ബുദ്ധിമുട്ടാവും. ഞാൻ അടുത്തേക്ക് വരട്ടെ, നല്ല ശരിക്കും കാണാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് കേട്ടോ വരുന്നത് വാക്സ് സ്ട്രിപ്പുകൾ? ഇപ്പോൾ 4 എണ്ണം ഉണ്ട്. 4 എണ്ണം എന്ന് പറഞ്ഞാൽ അപ്പുറം ഇപ്പുറയും കൂടി ആകുമ്പോൾ നമുക്ക് 6 എണ്ണം കിട്ടും കേട്ടോ. ജസ്റ്റ് പീൽ ചെയ്യുക, അതായത് 2 ആക്കുക. 2 ആക്കിയിട്ട് നമ്മൾ എവിടെയാണ് വേണ്ടത് വെച്ചാൽ അവിടെ അപ്ലൈ ചെയ്യുക, എന്നിട്ട് പുള്ള് ചെയ്യുക. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പുള്ള് ചെയ്യുക. ഒരു ഐബ്രോസിൻ്റെ കാര്യം അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പർ ലിപ്സും ചിന്നുമാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ചീക്സ് പിന്നെ ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കിനി ചെയ്യണമെന്ന് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ അത് ചെയ്യുന്നില്ല കേട്ടോ. ഫിനിഷ് വൈപ്സ് ഉണ്ട് കേട്ടോ, നമ്മൾ വാക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തുടയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് നോക്കാം അല്ലേ. നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിന് 2 ആക്കാം. ഓക്കെ, ഇത് റബ്ബ് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല. ഈവൻ തോ നമ്മുടെ ടെൻഡൻസി അതാണെങ്കിലും നമുക്കിങ്ങനെ വാക്സ് സ്ട്രിപ്പ് കിട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ റബ്ബ് ചെയ്യുന്നൊരു സ്വഭാവമില്ല. പക്ഷെ അത് വേണ്ട കേട്ടോ. എൻ്റെ ഐബ്രോസ് കണ്ടാലും അപ്പർ ലിപ്സ് കണ്ടാലും ഒക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും, കുറച്ചധികം വളർന്നിട്ടുണ്ട്. കുറച്ച് നാളായി ഞാൻ ചെയ്തിട്ട് അപ്പർ ലിപ്സ്. അപ്പോഴിപ്പോഴായിട്ട് ചിലപ്പോൾ ഒന്ന് പ്ലക്ക് ചെയ്തെടുക്കാറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇത് അതെ 2 ആക്കാം. നമ്മുടെ ഹെയർ ഗ്രോത്തിൻ്റെ ഡിറക്ഷൻ ഉണ്ടല്ലോ, അവിടെ വേണം വെക്കാനായിട്ട്. ഇവിടെയായിട്ടാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഹെയർ ഗ്രോത്ത്, ഇവിടെയായിട്ട്. ഓക്കെ, ഇങ്ങനെ ഒന്ന് പിടിക്കാൻ നോക്കുക. വലിക്കാൻ പോവാണേ. റെഡി, 1 2 3. ഹെയർ പോന്നിട്ടുണ്ട് കേട്ടോ. 1-2 എണ്ണം ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും വൈപ്സ് എടുത്തിട്ട് തുടയ്ക്കാം. വേദന ഒരു അങ്ങനെ ഭയങ്കര വേദന പറഞ്ഞാൽ കുറച്ച് വേദന ഉണ്ട്, എന്നാൽ സഹിക്കാവുന്ന വേദനയാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്ക് ഇങ്ങനത്തെ വേദന ഒന്നും സഹിക്കാം അത്ര വലിയ പ്രയാസം തോന്നാറില്ല. ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണല്ലോ. ശരിക്കും ചിലർക്ക് ഒട്ടും പറ്റില്ലല്ലോ വേദന സഹിക്കാനായിട്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് ബുദ്ധിമുട്ടാവും. ഇത് ഫേഷ്യൽ വൈപ്സ് വെച്ചിട്ടുണ്ട്, നമുക്ക് തുടയ്ക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇത് പോവില്ല. എൻ്റെ ഫേസ് ഒന്ന് തുടയ്ക്കട്ടെ, എണ്ണമയൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കാണാണ്ടോ? കുട്ടി ഹെയർ ആണ്. അപ്പം അത്ര കൊണ്ടും കാണുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും എടുത്തിട്ടുണ്ട് കേട്ടോ, വലിച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. നമ്മൾ പ്ലക്ക് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ കുഞ്ഞി ഹെയർ പോരാൻ ബുദ്ധിമുട്ടല്ല. ഇതിപ്പോൾ ഒരുമാതിരിപ്പെട്ട ഹെയറൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇതെന്തായാലും ഇനി നമുക്ക് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇവിടെയാണ് എനിക്ക് കുറച്ചധികമായിട്ട് ഉള്ളത്. ഇവിടെ നിന്നൊന്ന് നോക്കി നോക്കാം. ഈ ഏരിയയിൽ ഇനി ആദ്യം വെക്കേണ്ട, അതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട് വാക്സ് ചെയ്ത സ്ഥലത്ത് തന്നെ പിന്നെയും വാക്സ് ചെയ്യരുതെന്ന്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ആയിട്ട് നോക്കാം കേട്ടോ.
കംപ്ലീറ്റ്ലി നീറ്റിലെന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ എന്തോ ഒരു ചെറിയ ഫീലിംഗ് തോന്നുന്നുണ്ട്, ഒരു ചെറിയൊരു പുകച്ചിൽ പോലെ തോന്നുന്നുണ്ട്. വേറെ ഒന്നും പ്രത്യേകിച്ച് ഇപ്പോൾ തോന്നുന്നില്ല. പിന്നെ ഇനി ഇവിടെ നമ്മൾ വാക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് ഞാൻ ആകെയുള്ള 2-3 ഹെയർ പ്ലക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ത്രെഡ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ ത്രെഡ് ചെയ്യണേക്കാളും സാധാരണ പാർലറിൽ പോയി ത്രെഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നന്നായി കിട്ടാറുണ്ട്. ഞാൻ തനിയെ എൻ്റെ അപ്പർ ലിപ്സ് ത്രെഡ് ചെയ്യുമ്പോൾ അത്രയ്ക്ക് എനിക്ക് നന്നായിട്ട് വരാറില്ല. ഷേവ് ചെയ്യുമ്പോൾ പൊളിയായിട്ട് വരാറുണ്ട്. പക്ഷെ ഷേവ് ചെയ്യുമ്പോൾ ഹെയർ ഗ്രോത്ത് കുറച്ചും കൂടി വേഗമായിരിക്കുമല്ലോ. വാക്സ് ചെയ്യുമ്പോൾ കുറേ കൂടി നാൾ നിൽക്കും. അതാണ് അതിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞു ഇനി നമുക്ക് വേണമെങ്കിൽ ചിന്നിൻ്റെ അവിടെ നോക്കാം. ചിന്നിൻ്റെ അവിടെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, പക്ഷെ എന്തായാലും നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു എങ്ങനെ വെക്കുക, ശരിക്കും താഴേക്കല്ലേ ഹെയർ ഗ്രോത്ത്, അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ചാലോ. കാണുന്നുണ്ടോ, അത് ഇത്ര മാത്രം കുട്ടി കുട്ടി ഹെയർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഈ ഭാഗം വെച്ചിട്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് ആദ്യം സേഫ്റ്റിക്ക് ഇവിടെ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. റെഡി, 1 2 3. നന്നായിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് വേദന എടുത്തു. ഞാൻ ആദ്യം ഫോർഹെഡിൽ നോക്കിയിട്ടേ ഉള്ളൂ കേട്ടോ ഇവിടുത്തെ കാര്യം. ഫോർഹെഡ് ആകുമ്പോൾ നമുക്ക് അങ്ങനെ അത്ര ശ്രദ്ധിക്കണ്ടല്ലോ, റാൻഡം ആയിട്ട് എടുക്കാൻ പറ്റും. വലിച്ചെടുക്കാം കേട്ടോ. ഈ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ചെറുതായിട്ടൊന്ന് വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കപ്പോൾ ഇനി അടുത്തേക്ക് പോണേക്കാട്ടിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഈ വൈപ്സ് വെച്ചിട്ട് തന്നെ ഇവിടേക്ക് നന്നായിട്ട് തുടച്ചു കൊടുക്കാം. ഈ ഭാഗം നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ടോ? ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഇവിടെയൊക്കെ നിറയെ ഹെയർ ഇല്ലേ, അപ്പോൾ അതുപോലെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഇവിടെ ഉണ്ടോ ക്ലീൻ ആയില്ലേ, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി അടുത്ത സ്ട്രിപ്പ് എടുക്കാം. ഇവിടെയാണ് കൂടുതലും ഹെയർ അങ്ങനെ ഉള്ളത്. കറക്റ്റ് വേണ്ട പൊസിഷനിൽ നോക്കി വെക്കണം നമുക്ക്. അതാണ് ചാലഞ്ചിങ് പാർട്ട്. നമുക്ക് ശരിക്കുള്ള ഐബ്രോസിന്, അതായത് ഇവിടെ നിന്നൊക്കെ പോന്നു കഴിഞ്ഞാൽ പിന്നെ അത് വാക്സിങ്ങും കൂടിയാണ്. അപ്പം അങ്ങനെ പോന്നു കഴിഞ്ഞാൽ കുറേ നാളെടുക്കും കേട്ടോ തിരിച്ച് വളർന്നു വരാൻ. ഈവൻ ദോ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ പുറത്തിറങ്ങണില്ലെങ്കിലും ഐബ്രോസൊക്കെ ചിലപ്പോൾ പോയാൽ അങ്ങനെ വന്നൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് നമുക്ക് ചെയ്യണം. തീക്കളിയാണത്, തീക്കളി. ഇങ്ങനെ പ്രിസൈസ്ലി നമുക്ക് എടുക്കാന്ന് പറഞ്ഞാൽ അത്ര നടക്കില്ല. ഇത് കുഴപ്പമില്ല കേട്ടോ, കുറച്ച് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് താഴേത്തൊന്ന് നോക്കാം. ഓക്കെ, ഇത് മതി, ഇവിടെ നിർത്താട്ടോ. നമുക്ക് ഈ വാക്സ് തന്നെ വെച്ചിട്ട് നമുക്ക് ഈ വശത്തും കൂടി നന്നായിട്ടൊന്ന് നോക്കി നോക്കാം. അപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ തുറന്ന് നോക്കട്ടെ കേട്ടോ. എനിക്ക് വേണ്ട ഐബ്രോസ് ഒന്നും ഇതിൽ പെട്ടിട്ടില്ലല്ലോ എന്ന്. ഇവിടെ വേദനിക്കും കേട്ടോ, അവിടെ നന്നായിട്ട് വേദനിക്കും. കണ്ണടച്ചു പിടിക്കൂ. ഈശ്വര, റെഡി ഉണ്ട്. ഓ, ഇത് അടിപൊളിയായിട്ട് എനിക്ക് വേദിച്ചു കേട്ടോ. വലിയ ഹെയറാ ഇവിടെ കേട്ടോ. ഇത്രയും ഹെയർ എടുത്ത കാരണം ഇനി ഈ വാക്സ് സ്ട്രിപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 3 വാക്സ് സ്ട്രിപ്പ് ഉപയോഗിച്ചിട്ട് എന്തായാലും ഇതായിട്ട് ഇനി എടുത്ത് വെക്കാനും പറ്റില്ല. ഈ ഒറ്റെണ്ണായിട്ട് എടുത്ത് വെക്കാൻ പറ്റില്ല. അത് ഇങ്ങനെ അടഞ്ഞിരിക്കുകയാണെങ്കിലല്ലേ എടുത്ത് വെക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ഫോർഹെഡ് ഒന്നും കൂടി നന്നായിട്ട് ക്ലിയർ ചെയ്തെടുക്കാം കേട്ടോ. അപ്ലൈ ചെയ്തിട്ട് വലിച്ചെടുക്കാം. ഞാൻ എന്ത് ചെയ്തോന്നറിയോ, ആ വാക്സ് സ്ട്രിപ്പ് ഇല്ലേ അതിന് പകുതിയായിട്ട് മുറിച്ചു കിട്ടും. അതായത് ഈ വാക്സ് സ്ട്രിപ്പ് നമുക്കപ്പോൾ താഴത്തെ ഹെയർ എടുക്കാൻ കുറച്ചുകൂടി എളുപ്പം ഉണ്ടാവിച്ചിട്ടാണ് ഞാനങ്ങനെ ചെയ്ത് നോക്കിയത്. നമുക്ക് ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ താഴത്തെ ഹെയർ ആണ് കേട്ടോ അത്. ജസ്റ്റ് ഇത് ഇവിടെ ഒരെണ്ണം കൂടി ഉള്ളൂ. അപ്പോൾ കിട്ടുമോയെന്ന് അറിയില്ല. എന്തായാലും ഇവിടെ ഒന്ന് നോക്കി നോക്കാം കേട്ടോ. റെഡി, 1 2 3. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇവിടുത്തെ എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് പ്രിസൈസായിട്ട് തന്നെ എടുക്കാൻ പറ്റും.
അടിപൊളി വെച്ചിരിക്കുന്നത്. ഏറ്റവും സൂം ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് കാണണ്ടാവും അപ്പർ ലിപ്സ് നന്നായിട്ട് തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ 2-3 ഹെയർ അവിടെ ഇവിടെ ഉണ്ടായിരുന്നത് അത്യാവശ്യം പ്ലക്ക് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഐബ്രോസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഷേപ്പ് ആയിട്ടില്ല, ഇങ്ങനെ ആകെ കകരിപ്പിക്കലായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ ഫോർഹെഡിലെ ഹെയർ ഇവിടെ ഒരു കുഞ്ഞി 2 ഹെയർ എടുക്കാൻ ബാക്കിയുണ്ട്. അതുപോലെ ഈ സൈഡിലത്തെ ഒക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐബ്രോസിന് വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഇതുപോലത്തെ എക്സ്ട്രാ ഹെയർ ഒക്കെ ഇങ്ങനെ വാക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ജസ്റ്റ് പ്ലക്കർ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും നല്ലൊരു റിസൾട്ട് ഉണ്ട്. എന്തായാലും കുറച്ചൊരു റെഡ്നെസ് വരുന്നുണ്ട്. എനിക്ക് റെഡ്നെസ് വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം വെളുത്തിട്ടുള്ളവർക്കും നല്ലോണം സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്കും നന്നായിട്ട് റെഡ്നെസ് വരും. എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്കിൻ അത്ര സെൻസിറ്റീവും അല്ല, അതുമാതിരി തന്നെ എൻ്റെ സ്കിൻ ഒട്ടും ചുമക്കുന്ന ടൈപ്പ് ഓഫ് സ്കിന്നല്ല. എൻ്റെ ഇപ്പോൾ വെയിലത്ത് പോവുകയാണെങ്കിൽ ഡയറക്റ്റ്ലി തന്നെ കറക്കുക എന്നുള്ളതാണ്, അങ്ങനത്തെ സ്കിൻ ടൈപ്പാണ് എൻ്റെ. അപ്പോൾ എനിക്കിഷ്ടമായിട്ടോ. എനിക്ക് പൊതുവേ തന്നെ വാക്സ് ചെയ്യുന്നതിനോട് താല്പര്യം കൂടുതൽ. എന്താ വെച്ചാൽ ഭയങ്കര നീറ്റായിരിക്കും. കയ്യിലേയും അണ്ടർ ആംസിലേക്ക് ഞാൻ വാക്സ് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നത് അതുകൊണ്ടാണ്. പക്ഷേ എളുപ്പം ഷേവിങ് ആണ് കേട്ടോ. ഐബ്രോസ് നമുക്ക് ഷേവ് ചെയ്യണമെങ്കിൽ ഷേവ് ചെയ്യാം, അതാണ് എളുപ്പം. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഐബ്രോസ് ഒന്ന് പ്ലക്ക് ചെയ്തൊന്ന് ഷേപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിനി ഷേപ്പ് ചെയ്യണേക്കാട്ടിനും മുന്നേ എപ്പോഴും നല്ലത് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒന്ന് നമുക്ക് ഐബ്രോസ് കറക്റ്റായിട്ടൊന്ന് ഫില്ല് ചെയ്ത് നമുക്ക് ഏത് ഷേപ്പാണ് വേണ്ടതെന്നുള്ളതൊന്ന് കൃത്യമാക്കി നമ്മൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി എളുപ്പമുണ്ടാവും ഷേപ്പ് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന LA ഗേളിൻ്റെ ബ്രോ കിറ്റാണ് കേട്ടോ. അത് ഡാർക്ക് ഷെയ്ഡാണ്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതിനെക്കാട്ടും മുന്നേ 4 ഷെയ്ഡ് ഉണ്ട്. പിന്നെ അതുപോലെ ഒരു ബ്രഷും ഉണ്ട്, പിന്നെ സ്പൂളി ഉണ്ട്. ആദ്യം നമ്മൾ ഇവിടെയല്ലേ ഫില്ല് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർച്ചിൻ്റെ അവിടെ നമുക്ക് ഇന്നർ കോർണേഴ്സിലേക്ക് വന്നാൽ മതി. പൊന്നേൻ്റെ ഐബ്രോസ് രാക്ഷസന്മാരുടെ ഐബ്രോസ് പോലെയില്ലേ. അയ്യോ, എന്നെ വല്ല രാമായണത്തിനും മഹാഭാരതത്തിനൊക്കെ പിടിച്ചിട്ട് പോലെ രാക്ഷസിയായിട്ട് അഭിനയിക്കാനായിട്ട്. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ തിക്കായിട്ടുള്ള ഐബ്രോസ്. പണ്ടൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. പണ്ടൊക്കെ ഓർമ്മയില്ല, നമ്മളെല്ലാവരും ഭയങ്കര തിന്നാക്കുകയല്ലേ ചെയ്യാം. 2 കാരണമാണ് കേട്ടോ. തിന്നാക്കിയിട്ട് ഐബ്രോസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ കുറച്ചും കൂടി നാൾ കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ഐബ്രോസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് അപ്പോൾ അത്രയും കുറവ് പോയാൽ മതി, പാർലറിൽ മെനക്കെട്ട് പോകണ്ടല്ലോ, അതൊന്നുണ്ട്. അതേപോലെ തന്നെ അന്ന് നമുക്ക് തിന്നായിട്ട് ഉള്ള ഐബ്രോസ് ആയിരുന്നില്ലേ ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെൻഡ്, എല്ലാവരും അങ്ങനെയല്ലേ ചെയ്തിരുന്നത്. ഇപ്പോൾ പക്ഷേ എത്രയും തിക്കാവുന്നു. ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടോ ഓരോരുത്തർ ഐബ്രോസ് ഉണ്ടെങ്കിൽ പടർന്ന് പന്തലിച്ചിട്ടാവും ഉണ്ടാവുക. ഇനി നമുക്ക് ഒരു സ്പൂളി വെച്ചിട്ടൊന്ന് നമുക്ക് ഇതാക്കാം, ഒന്ന് ചീകി കൊടുക്കാം. എന്നിട്ട് നമുക്ക് എക്സ്ട്രാ ഉള്ള ഹെയർ ഒന്ന് പ്ലക്ക് ചെയ്യാം കേട്ടോ. പ്ലക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് വരികയും ചെയ്യും. കാരണം കുറച്ചൊക്കെ ഈ വാക്സ് ചെയ്തതിൻ്റെ അടുത്തടുത്തുള്ള മുടികളൊക്കെ ആകുമ്പോഴേ അത് ഓൾറെഡി നമ്മൾ കുറച്ചിങ്ങനെ പുള്ളി ചെയ്ത് വെച്ചിട്ടുള്ള ഹെയർ അല്ലേ, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പോരുന്നുണ്ട്. മീഡിയം രീതിയിലാണ് ഷേപ്പ് ചെയ്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തിക്കാക്കിയിട്ടില്ല. സാധാരണ പോലെ ഞാൻ അത്ര തിക്കാക്കിയിട്ടില്ല, എന്നാൽ തിന്നുമല്ല അങ്ങനെ. ഇപ്പം ഞാൻ എഴുതിയിട്ടില്ല കേട്ടോ, ഐബ്രോസ് എഴുതിയിട്ടില്ല. അപ്പോൾ ഇനി എഴുതി വരുമ്പോൾ കറക്റ്റായിരിക്കും എനിക്ക് തോന്നുന്നു. ചില സമയത്ത് ഇങ്ങനെ വെച്ചാൽ ഞാൻ ഓൾറെഡി തന്നെ എൻ്റെ ഐബ്രോസ് ഭയങ്കര തിക്കായിട്ട് പ്ലക്ക് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ കൂടെ ഭയങ്കര തിക്കായിട്ട് എഴുതുകയും കൂടി ചെയ്യുമ്പോൾ കുറച്ചൊരു ഓഡ് ലുക്ക് പോലെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തവണ കുറച്ച് തിക്നെസ് കുറച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി ഫൈനലി ഇതിൻ്റെ ഒരു റിവ്യൂ പറയുകയാണെങ്കിൽ നമുക്ക് അപ്പർ ലിപ്സ് വാക്സ് ചെയ്യാനും അതേപോലെ തന്നെ ചിന്ന് വാക്സ് ചെയ്യാനും നല്ലതാണ്. ഇനി ഫോർഹെഡ് ആണെങ്കിലും പക്ക കുഴപ്പമൊന്നുമില്ല. ഈവൻ ദോ ഇതിൽ ഫോർഹെഡിൻ്റെ കാര്യം എഴുതിയിട്ടില്ലെങ്കിലും പക്ഷേ പക്കയായിട്ട് നമുക്ക് ഐബ്രോസ് വാക്സ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. നമുക്ക് ചുറ്റിനും നന്നായിട്ട് വാക്സ് ചെയ്യാൻ പറ്റും. അതായത് ഫോർഹെഡ് നന്നായിട്ട് വാക്സ് ചെയ്യാം. ഇത് കണ്ടോ, ഈ ഏരിയ ഉണ്ടല്ലോ, ഇവിടെ എനിക്ക് ഷേവിങ്ങിനെക്കാട്ടിലും നല്ല അടിപൊളിയായിട്ട് തോന്നി. ഷേവിങ് കുറച്ചുകൂടി സമയം എടുക്കും. ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വലിച്ചെടുത്താൽ പറ്റുമല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ നല്ല രസമായിട്ട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ വാക്സിങ് ആയത് കാരണം കേട്ടോ. പിന്നെ ഈ ഭാഗം അതൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇവിടേക്കൊന്നും അത്ര നന്നായിട്ട് വാക്സ് ചെയ്യാൻ പറ്റിയില്ല. നമ്മളത് പകുതിയായിട്ട് മുറിച്ച കാരണം കുറച്ചൊരു ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. 90 റുപ്പീസാണ് ഞാൻ പറഞ്ഞില്ലേ, നൈക്കയിൽ നിന്ന് മേടിക്കുമ്പോൾ 80 റുപ്പീസോ 85 റുപ്പീസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഐബ്രോസും അപ്പർ ലിപ്സും ഇതും കൂടിയിട്ട് നമുക്ക് 2 തവണ ചെയ്യാൻ പറ്റും. അപ്പോൾ ടെക്നിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ ഡിസ്കൗണ്ടിലൊക്കെ മേടിക്കുകയാണെങ്കിൽ 1 തവണ നമുക്ക് ചെയ്യാനായിട്ട് ഐബ്രോസും അതേപോലെ അപ്പർ ലിപ്സും അതേപോലെ തന്നെ താടിയൊക്കെ ഒറ്റൊരു തവണ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 40 രൂപയെ വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അത് ലാഭമാണ്. പക്ഷേ സമയനഷ്ടമുണ്ട് കേട്ടോ. പാർലറിൽ പോയി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഇതാകുമ്പോൾ നമ്മൾ സമയമെടുത്ത് ചെയ്യണം. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് പാർലറിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് ഇത് ട്രൈ ഔട്ട് ചെയ്യണമെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇതുവരെ ഇപ്പോൾ സ്കിൻ അലർജിയോ അല്ലെങ്കിൽ സ്കിൻ ഇറിറ്റേഷൻ ആയിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷേ ഇൻ കേസ് എനിക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ
പറയാം. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് പറയാൻ പറ്റിയ ഒരാളല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് സെൻസിറ്റീവ് സ്കിന്നില്ല. അപ്പോൾ ആരെങ്കിലും സെൻസിറ്റീവ് സ്കിന്നായിട്ടുള്ളവരുണ്ട് ഇത് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും സ്കിന്നിനൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി, സെൻസിറ്റീവ് സ്കിന്നിൽ ഉള്ളവരെന്നുള്ളതല്ല കേട്ടോ, ആരെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ കുറച്ച് പേർക്ക് ബുദ്ധിമുട്ടുള്ളതായിട്ട് ഞാൻ റിവ്യൂവിൽ കണ്ടിട്ടുണ്ടായിരുന്നു. നൈക്കയുടെ ആ റിവ്യൂ സെക്ഷനിൽ പോയപ്പോൾ, അതുപോലെ ആമസോൺ റിവ്യൂ സെക്ഷനിൽ പോയപ്പോൾ മെജോറിറ്റി പേര് നല്ലതാണെന്ന് പറഞ്ഞു വെച്ചാലും കുറച്ച് പേരെങ്കിലും ഭയങ്കരമായിട്ട് ബ്രേക്ക് ഔട്ട്സ് വന്നു. എസ്പെഷ്യലി ഇപ്പോൾ ഇവിടെയൊക്കെ ചെയ്തിട്ടുള്ളവർക്ക് നന്നായിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഇവിടെ ചെയ്തു നോക്കിയില്ലല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല. അപ്പം എനിക്കിനി ചെയ്തിട്ട് പിന്നെ ഇനി അത് അതിൻ്റെ പിന്നാലെ ഇനി പിന്നെയും ചെയ്യേണ്ടി വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് തൊടാത്ത ഇങ്ങനെ ഇരുന്നോട്ടെങ്കിൽ ചെയ്യണമെന്നില്ല. ചിന്നെ ഞാൻ ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ചെയ്യണം. ഞാൻ താടി ഇതുവരെയും വാക്സ് ത്രെഡ് ചെയ്യുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആ റിവ്യൂ പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചീത്ത അനുഭവമോ അതല്ലെങ്കിൽ നല്ലതാണ് തോന്നിയിട്ടില്ല വെച്ചാൽ നല്ലതാണെന്ന് വെച്ചാലും എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ എനിക്ക് ടോട്ടലി നോക്കുകയാണെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതെന്തായാലും ഇനി റീപർച്ചേസ് ചെയ്യും. എനിക്കിനി ഒരു തവണയും കൂടി യൂസ് ചെയ്യാനുള്ളതുണ്ട്. അതേ കണ്ടോ 4 വാക്സ് സ്ട്രിപ്പ് ഉണ്ട്. നമ്മൾ അപ്ഡേറ്റ്സ് പറഞ്ഞില്ലല്ലോ. ലിപ്സ്റ്റിക്ക് നിക്സിൻ്റെ ബുദാപെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഞാൻ ഈ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുള്ളപ്പോൾ എപ്പോഴും എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചിട്ടുള്ളതാണ് ഏതാണ് ഷെയ്ഡെന്ന്. കാരണം അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. ഗോർജിയസ് ന്യൂഡ് ഷെയ്ഡാണ്. ഡസ്കി സ്കിന്നൊക്കെ നന്നായിട്ട് ചേരുന്ന ഷെയ്ഡാണ് കേട്ടോ. പിന്നെ നെയിൽ പെയിൻറ്റ് ഞാൻ ചുമ്മാ കാക്കിരി വീഡിയോ ആണ് ചെയ്തത്. അവർ ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഞാനത് ചെയ്യുമ്പോൾ സസ്പെൻസ് കൊടുത്തു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ ബൈ.